സാറ് നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഇത്തിരി അങ്ങ് സീരിയസ് ആയി. ഇതൊന്നുമല്ല, ആദ്യത്തെ ആളാവും. ഞാൻ ആയി കഴിഞ്ഞു. പറയൂ, കമാൺ ബേബി. ഓ യാ. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്തിടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ രംഗത്തേക്കും കാൽവച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? എന്തും ചെയ്യും പക്രു. ഞാൻ ഇരിക്കാം, കാരണം ഇല്ലെങ്കിൽ എന്റെ ഫേസ് കിട്ടാൻ നമ്മള് ഇങ്ങനെ ഈ ഫ്രെയിം ചെയ്യും. എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരു നാഷണൽ അവാർഡ് വിന്നർ അല്ലേ സുരാജ് വെഞ്ഞാറുമൂടിനെ ഇതുപോലെ ഒന്ന് മുട്ട് കുത്തിക്കണം. നിന്റെ ഐഡിയ നിന്നെ പരിപ്പിൽ വെച്ചിട്ട് പരിപ്പ് കോട്ടയം 900 ഷാപ്പ് എന്ന് പറയും. അതെ, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം. വെറൈറ്റി കരിമീൻ പൊള്ളിച്ചതൊക്കെ. അതെല്ലാം കഴിക്കാനായിട്ട് ചെന്ന സമയത്ത് ബ്രിട്ടീഷ് ദമ്പതികൾ വന്നു അവിടെ ഫുഡ് അടിക്കാൻ വേണ്ടി. അവരെ വരെ ഞാൻ ഇതുപോലെ മുട്ട് കുത്തിച്ചു. സിനിമയെന്ന് പറഞ്ഞൊരു വീടാണെങ്കിൽ ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഡൈനിങ് ഹാൾ, അവിടെ വരെയൊക്കെ ചിലപ്പോൾ ഈ സംവിധായകന് ചെന്നെത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്, അടുക്കളപ്പുറത്ത് പാത്രം കഴുകുന്നൊക്കെ ഏരിയ ഉണ്ട്. അവിടെ വരെ ഒരു പ്രൊഡ്യൂസർക്ക് പോകാൻ പറ്റും. എനിക്ക് അതുകൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെന്നാണ് അവിടെ. അപ്പൊ സിനിമയിൽ പാത്രം കഴുകുന്ന സ്ഥലം ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ കണ്ടത്. അതെ അതെ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ മനുഷ്യ? കണ്ടിട്ടില്ലേ? അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചിലവ് എന്റെ വക. ഈ ലൊക്കേഷനിൽ നടന്ന രസകരമായിട്ടുള്ള ഒരു അനുഭവം പറയും. തൃശ്ശൂർ റൗണ്ടിലാണ് കച്ചവടം, കപ്പലണ്ടി കച്ചവടമാണ്. ആദ്യത്തെ 2 ദിവസമൊക്കെ റൗണ്ടിലൊക്കെ നിന്നപ്പോൾ എല്ലാം ഒരു വലിയ പുതുമയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കച്ചവടത്തിന് വന്നതാണോ എന്നൊക്കെ തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കൂടുതലും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അങ്ങനെയൊന്നുമില്ല. റൗണ്ടിലുള്ള ആൾക്കാരൊക്കെ തൃശ്ശൂർ ജനങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്നവർ, വടക്കുനാഥനെ തൊഴാനൊക്കെ വരുന്നുണ്ട്. അവർക്ക് എന്നെയൊന്നും അറിയത്തില്ലല്ലോ, അവർ ഒറിജിനൽ അങ്ങനെ സൈസ് ഇതും കൂടെ ആയതുകൊണ്ട് ഒരു സെന്റിമെന്റ്സ് ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ ഒരുപാട് രസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു ലാഭം ഉണ്ടാക്കി സൈഡിൽ കൂടെ. കുറച്ച് പൈസ കിട്ടി വൈകുന്നേരത്തേക്കുള്ളത്. 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും.